നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഞ്ചാവ് കേസിലെ പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ ബാസിദാണ് ആക്രമണം നടത്തിയത്. ഇയാളെ അറസ്റ്റ് ചെയ്തു. കനത്ത ചൂട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളവെടുക്കുന്ന കവ്വായി കായലിന്റെ വിവിധ മേഖലകളിൽ കൃഷിനാശം. കാസർഗോഡ് GHSSലെ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിലേക്കുള്ള വാഹനങ്ങളുടെ വരവും പോക്കും കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടി വേണമെന്ന ആവശ്യം ശക്തം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം വ്യാഴാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃക്കരിപ്പൂർ കൊയ്യോങ്കര കൂവാരത്ത് തറവാട് കളിയാട്ട മഹോത്സവം. അന്നദാനത്തിനു വേണ്ടി ക്ഷേത്രം വനിതാ കമ്മിറ്റി ഇറക്കിയ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. കാസർഗോഡിനെ ഭക്തിസാന്ദ്രമാക്കി മധുർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം മൂടപ്പ സേവാ ഉത്സവം. 6ാം ദിവസവും ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പളയിൽ കഞ്ചാവ് കേസിൽ അറസ്റ്റ് വാറണ്ടുള്ള പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായി പരാതി. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ ബാസിദാണ് ആക്രമണം നടത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതിയുടെ വാറണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്യാനെത്തിയ എക്സൈസ് സംഘത്തെ പ്രതി അസഭ്യം പറയുകയും സ്റ്റീൽ ദണ്ട് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. 108 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ അറസ്റ്റ് വാറണ്ടുള്ള പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായി പരാതി. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ ബാസിദാണ് ആക്രമണം നടത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതിയുടെ വാറണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്യാനെത്തിയ എക്സൈസ് സംഘത്തെ പ്രതി അസഭ്യം പറയുകയും സ്റ്റീൽ ദണ്ട് ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. മാർച്ച് 31 ഉച്ചയ്ക്ക് 12:45 കുമ്പള റേഞ്ച് പരിധിയിലെ ചൂരിത്തടുക്കയിൽ വച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാസർഗോഡ് ജില്ലാ കോടതിയുടെ വാറണ്ട് പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിനെ അബ്ദുൽ ബാസിദ് ആക്രമിക്കുകയായിരുന്നു. പ്രതിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കുമ്പള റേഞ്ചിൽ എത്തിച്ചതിന് ശേഷം വാറണ്ട് വിവരം അറിയിച്ചതിന് പിന്നാലെ അക്രമാസക്തനാവുകയായിരുന്നുവെന്നും തുടർന്ന് സ്റ്റീൽ ദണ്ട് ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അക്രമം തുടർന്നതോടെ എക്സൈസ് സംഘം ഉടൻ തന്നെ ഇയാളെ കീഴടക്കുകയും ചെയ്തു. ആക്രമണത്തിൽ പ്രിവന്റീവ് ഓഫീസർ പ്രജിത് KR, സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് P എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവരും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കമ്പല്ലൂർ സ്വദേശിയായ പ്രജിത്തിന് കഴുത്തിനും മുഖത്തുമാണ് പരിക്കേറ്റത്. പ്രതി ബാസിദിനെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയുണ്ട്. കൂടാതെ ഉദ്യോഗസ്ഥരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ വിവിധ വകുപ്പുകൾ ചുമത്തി കുമ്പള പോലീസ് ബാസിദിനെതിരെ കേസെടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്നും വിട്ടുകിട്ടുന്ന മുറയ്ക്ക് പോലീസ് അന്വേഷണം നടത്തും. കുമ്പള SI ശ്രീജേഷിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളവെടുക്കുന്ന കവ്വായി കായലിന്റെ വിവിധ മേഖലകളിൽ കൃഷിനാശം. കായലിലെ വെള്ളത്തിലുണ്ടായ മാറ്റവും കടുത്ത ചൂടുമാണ് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായത്. IT, ഇടയിലേക്കാട്, മാടക്കാൽ തുടങ്ങിയ ഭാഗങ്ങളിലെ കർഷകരും കൂട്ടായ്മകളും ഇറക്കിയ കവ്വായി കായലിലെ കൃഷിയാണ് കർഷകരെ കണ്ണീരിലാഴ്ത്തി നാശമുണ്ടായത്. ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളയിച്ചെടുക്കാറുള്ള കവ്വായി കായലിലെ വലിയ പറമ്പ്, തൃക്കരിപ്പൂർ ഭാഗങ്ങളിലെ തീരത്ത് വെള്ളത്തിലുണ്ടായ മാറ്റമാണ് കല്ലുമ്മക്കായ വാപ്പിളർന്ന് നശിക്കാൻ പ്രധാന കാരണമായത്. കടുത്ത ചൂടും വില്ലനായി. മഴ തീരെ ലഭിക്കാത്തതും കൃഷിനാശത്തിന് കാരണമായി. കാലാവസ്ഥയിലെ മാറ്റം ചിലപ്പോഴൊക്കെ കർഷകർക്ക് ബുദ്ധിമുട്ടാവാറുണ്ടെങ്കിലും വേനൽ കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിന്റെ ചൂട് അപ്രതീക്ഷിതമായി. ഇത്തവണ സാധാരണയായി പെയ്യാറുള്ള വേനൽ മഴ ഇല്ലാതായതും കല്ലുമ്മക്കായ നാശത്തിനിടയാക്കി. കായലിലെ മുളന്തണ്ടുകളിൽ കയറിൽ തുണി തുന്നി വിത്തിറക്കിയാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് വെള്ളത്തിന്റെ മാറ്റവും ചൂടും മൂലം കല്ലുമ്മക്കായ വാപ്പിളർന്ന് പലയിടങ്ങളിലും നശിച്ചത്. ചൂട് നിയന്ത്രിച്ചു നിർത്താനും തണുപ്പിക്കാനുമായി വേനൽ മഴ പെയ്തതുമില്ല. IT, ഇടയിലക്കാട്, മാടക്കാൽ തുടങ്ങിയ മേഖലകളിലെ കല്ലുമ്മക്കായ കൃഷിയാണ് കൂടുതലായും നശിച്ചത്. ഒരു കയറിൽ 150-ൽ പരം കായകൾ വിളവെടുത്തിരുന്ന പ്രദേശത്ത് ഇത്തവണ വിരലിലെണ്ണാൻ പോലും കല്ലുമ്മക്കായ കർഷകർക്ക് ലഭിച്ചില്ല. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കല്ലുമ്മക്കായ കർഷകർ പറഞ്ഞു. ഇവിടെ കല്ലുമ്മക്കായ കൃഷി ആയിട്ട് പ്രദേശത്തെല്ലാം പോയിരുന്നു. അതായിരുന്നു ഞാൻ കാര്യങ്ങൾ പുഴയും കെട്ടി വന്നാക്കി, നീലീശ്വരം പുഴ കെട്ടി വന്നാക്കി, 2 പുഴയും കെട്ടി വന്നാക്കിയിട്ടാണ്
കടലിലെ ശരിക്കും ഉപ്പിൻ്റെ അംശം കൂടിയോണ്ട് ഒരു വഴുത്ത് വെള്ളം വന്നാൽ എല്ലാം വഴി വളർന്നു പോയത്. നല്ല എടുക്കാനായ കൈയാണ്, വലിയ കൈ അങ്ങനെ കൂടുതലായിട്ട് എല്ലാവർക്കും പോയിട്ടുള്ളൂ. ഇവിടെ കുറേ പേർക്കെല്ലാം നഷ്ടം തന്നെ, അല്ല നമ്മളെല്ലാം കഴിച്ച് അങ്ങനെ മേലെ വഴിയിട്ടിട്ടേ ഉള്ളത്. ബാങ്ക് വായ്പയെടുത്തും ആഭരണങ്ങൾ പണയം വെച്ചും കൃഷിയിറക്കി തിരിച്ചടി നേരിട്ട കർഷകർക്കും വിവിധ കൂട്ടായ്മകൾക്കും സർക്കാർ ഏജൻസികൾ വഴി നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിലേക്കുള്ള വാഹനങ്ങളുടെ വരവും പോക്കും കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. എല്ലായ്പ്പോഴും സ്കൂളിന്റെ ഗേറ്റ് തുറന്നിടുന്നത് സ്കൂളിന്റെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്കൂളിൽ നിന്നും ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിലേക്ക് പുസ്തകങ്ങൾ ഇറക്കുവാൻ വലിയ വാഹനങ്ങൾ വരുന്നതും പോകുന്നതും കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള അപകട ഭീഷണി ഉയർത്തുന്നു. സ്കൂൾ സമയങ്ങളിൽ ഉൾപ്പെടെയാണ് ലോറികളെത്തി പുസ്തകങ്ങൾ ഇറക്കുന്നത്. സ്ഥലപരിമിതി മൂലം വാഹനങ്ങൾക്ക് എളുപ്പം തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. മഴക്കാലത്ത് ലോഡ് ഇറക്കുവാനും ബുദ്ധിമുട്ട് നേരിടുന്നു. അതിനാൽ തന്നെ ഈ സമയങ്ങളിൽ കുട്ടികൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതയാണുള്ളത്. കൂടാതെ പുസ്തകങ്ങൾ കൊണ്ടുവരാനുള്ളതുകൊണ്ട് എല്ലായ്പ്പോഴും സ്കൂളിന്റെ ഗേറ്റ് തുറന്നു വയ്ക്കേണ്ടതായും വരുന്നു. ഇത് സ്കൂളിലെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്നതായി സ്കൂൾ PTA പ്രസിഡന്റ് അബൂബക്കർ തുരുത്തി പറഞ്ഞു. ഇവിടെ നിന്നും ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ കുട്ടികൾ നേരിടുന്ന അപകട ഭീഷണി ഒഴിവാക്കുവാനും സ്കൂളിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും പറ്റുകയുള്ളൂവെന്നും അബൂബക്കർ തുരുത്തി കൂട്ടിച്ചേർത്തു. ഡിപ്പോക്കെതിരെ ഞങ്ങൾ DDക്കും സർക്കാരിനൊക്കെ ഒരുപാട് പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡിപ്പോ ഇവിടെ ഉള്ള കാരണം കൊണ്ട് ഈ കുട്ടികളെ അപകടകരമായൊരവസ്ഥയും അതുപോലെ ഇവിടെ സ്കൂളിനൊരു ഭദ്രത കിട്ടുന്നില്ല. എപ്പോഴും ഈ ഗേറ്റ് തുറന്നിട്ടിട്ട് ഒരു കുത്തഴിഞ്ഞ രീതിയാണ്. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടണമെങ്കിൽ ഈ ഡിപ്പോ ഇവിടെ നിന്ന് മാറ്റണം. ആ മാറ്റാണ്ട് കാലത്തോളം ഈ GHS സ്കൂളിന് ഒരു ഭദ്രതയോ സുരക്ഷിതത്വമോ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പഴയൊരു കെട്ടിടത്തിലായിരുന്നു ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ പ്രവർത്തിച്ചിരുന്നത്. കെട്ടിടം തകർന്നു വീണതോടെയാണ് നിലവിലെ ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഈ കെട്ടിടത്തിന്റെ അവസ്ഥയും ദയനീയമാണ്. ഇത്രയും സുരക്ഷിതത്വമില്ലാത്ത കെട്ടിടത്തിൽ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ പ്രവർത്തിക്കുന്നതിൽ തൊഴിലാളികൾ ആശങ്കയുണർത്തുന്നുണ്ട്. അനുയോജ്യമായ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ഡിപ്പോ അങ്ങോട്ടേക്ക് മാറ്റുമെന്നാണ് വിഷയത്തിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം വ്യാഴാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാമത് കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം കാറടുക്ക ബ്ലോക്കിലെ ബോവിക്കാനം സൗപർണിക ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KSSPA സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ സമ്മേളനം 2020 ഏപ്രിൽ 3 ബോയിക്കാനം സൗപർണിക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഈ സംഘടന രൂപീകരിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 1,07,364 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് സംസ്ഥാനത്ത് 3,17,567 അംഗങ്ങളുണ്ട്. ജില്ലയിൽ തന്നെ 6,672 അംഗങ്ങളുണ്ട്. ഞങ്ങളുടെ സംഘടന മറ്റൊരു സംഘടന വ്യത്യസ്തമാക്കുന്നത് പെൻഷൻകാരുടെ താല്പര്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യരാശി നേരിടുന്ന ഏതൊരു ദുരന്തത്തിലും സഹായഹസ്തമായി ഞങ്ങൾ എത്താറുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ പ്രഭാകര പൊതുവാൾ, ജനറൽ കൺവീനർ P. കുഞ്ഞമ്പു നായർ, വൈസ് ചെയർമാൻ KV നാരായണൻ, വർക്കിംഗ് ചെയർമാൻ KV ഗോവിന്ദൻ, വർക്കിംഗ് കൺവീനർ കണ്ണൻ EC എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ കൊയ്യോങ്കര കൂവാരത്ത് തറവാട് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ 17 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിനു വേണ്ടി ക്ഷേത്രം വനിതാ കമ്മിറ്റി ഇറക്കിയ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. കളിയാട്ട മഹോത്സവ കമ്മിറ്റി ചെയർമാൻ P. ശശിധരൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 16 മുതൽ 21 വരെ തീയതികളിൽ നടക്കുന്ന അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിനെത്തുന്നവർക്ക് നൽകുന്ന അന്നദാനത്തിനായുള്ള പച്ചക്കറി ഇനങ്ങളിൽ ചിലതാണ് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിളയിച്ചെടുത്തത്. വെള്ളരിക്ക, മത്തൻ, കുമ്പളം, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളാണ് 2 മാസം കൊണ്ട് ഇവർ പാകമാക്കിയത്. 2 മാസത്തോളമായി ഞങ്ങൾ ഒരു 10 പേരോട് ചേർന്നിട്ടാണ് ഇതിൻ്റെ വളവും എല്ലാം വെള്ളമൊഴിക്കാനും വളമിടുന്നതും എല്ലാം 10 പേരുണ്ടാവും.
സ്ഥിരമായിട്ട് വന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി തൊട്ട് 6 മണി വരെ നമ്മൾ ഇവിടെ നിന്നുണ്ടാവും പച്ചക്കറീൻ്റെ അടുത്ത്. അതിന് വേണ്ടുന്ന ബാക്കി എല്ലാ പരിചരണങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കൊയോങ്കരയിലെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ കളിയാട്ട മഹോത്സവ കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മിറ്റി പ്രസിഡന്റ് പി ബേബി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കെ ശശി, വനിതാ കമ്മിറ്റി കൺവീനർ കെ രമ, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ പി ഗോപി, കൺവീനർ കെ പത്മനാഭൻ, സുവനീർ കമ്മിറ്റി കൺവീനർ കെ രാജൻ, കെ ഗോവിന്ദൻ, കെ സുരേഷ് കുമാർ, കെ സദാനന്ദൻ, കെ പി ദാമോദരൻ, കെ കാർത്യായനി, കെ തമ്പായി, കെ സരോജിനി, വനജ, പി തമ്പായി, പി ദിനേശൻ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡിനെ ഭക്തിസാന്ദ്രമാക്കി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവ ഉത്സവം 6ാം ദിവസവും അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കലശാഭിഷേകം, ചണ്ഡികായാഗം തുടങ്ങിയ വൈദിക ചടങ്ങുകളും ഭജന സംഗീത പരിപാടികളും നടന്നു. ഭക്തിയുടെ മനോഹരമായ ആഘോഷവേളയാണ് മധൂർ ബ്രഹ്മകലശോത്സവം കാസർഗോഡിന് നൽകുന്നത്. ഉത്സവം 6ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അഭൂതപൂർവമായ രീതിയിലുള്ള ഭക്തജനപ്രവാഹം തുടരുകയാണ്. ചൊവ്വാഴ്ച രാവിലെ ശ്രീ ധർമ്മശാസ്ത്ര ദുർഗാ സുബ്രഹ്മണ്യ വീരഭദ്ര സന്നിധിയിൽ കലശാഭിഷേകം, തത്വഹോമം, തത്വകലശാഭിഷേകം, ചണ്ഡികായാഗം എന്നിവ നടന്നു. വൈദിക ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വേദിയിൽ സാംസ്കാരിക പരിപാടിയും നടന്നു. വിദുഷി രാധാ മുരളീധരൻ അവതരിപ്പിച്ച സംഗീതം ആസ്വാദകർക്ക് ഹൃദ്യമായ അനുഭൂതിയേകി. ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശോത്സവ അഭിഷേകം പ്രാരംഭം രാവിലെ 9:55 കൃത്യമായി വരുന്ന വൃഷഭ ലഗ്ന ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മ കുംഭാഭിഷേകം, ശ്രീ മഹാഗണപതി ദേവന് ബ്രഹ്മ കുംഭാഭിഷേകം, അവശ്രുതാബലി, മഹാമൂടപ്പ സേവയുടെ പ്രാർത്ഥന, ധ്വജാരോഹണം, 128 നാളികേര അഷ്ടദ്രവ്യ മഹാഗണപതി യാഗം, മഹാപൂജ എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി 11 മണിക്ക് ശ്രീ മഹാഗണപതി ദേവന് മഹാമൂടപ്പ സമർപ്പണം നടക്കും. ഞായറാഴ്ച രാവിലെ ഉണ്ണിയപ്പ പർവ്വതത്തിൻ്റെ മധ്യത്തിൽ നിന്നും ബൊഡ്ഡച്ച ശ്രീ മധൂർ സിദ്ധിവിനായക ദേവന്റെ ദിവ്യ ദർശനം നടക്കും. 7-ാം തീയതി ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ഉത്സവത്തെ സംഗീത സാന്ദ്രമാക്കി വൈറൽ താരം ഗംഗാ ശശിധരൻ്റെ വയലിൻ സംഗീത കച്ചേരി. ചെറുപ്രായത്തിൽ തന്നെ വയലിനിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഈ കൊച്ചുമിടുക്കിയുടെ സംഗീത പ്രകടനം കാണുവാൻ ആയിരങ്ങളാണ് മധൂരിലേക്ക് ഒഴുകിയെത്തിയത്. മധൂർ ബ്രഹ്മകലശോത്സവത്തിന് വൈറൽ താരം ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരിയും തിലകച്ചാർത്തായി. ചെറുപ്രായത്തിൽ തന്നെ വയലിനിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഗംഗ മധൂരിലെ വേദിയെ വയലിൻ നാദത്തിലൂടെ സംഗീത സാന്ദ്രമാക്കി. ഗംഗയുടെ വയലിൻ സംഗീതം ആസ്വാദനത്തിൻ്റെ അനിർവചനീയമായ അനുഭൂതിയാണ് സംഗീത പ്രേമികൾക്ക് പകർന്നു നൽകിയത്. കഴിവുകൊണ്ട് പ്രായത്തെ മറികടന്ന ഈ കൊച്ചുമിടുക്കിയുടെ സംഗീത പ്രകടനം കാണുവാൻ ആയിരങ്ങളാണ് മധൂരിലേക്ക് ഒഴുകിയെത്തിയത്.
വയലിൻ സംഗീതത്തിലൂടെ വിസ്മയം തീർക്കുന്ന ഗംഗാ ശശിധരൻ സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരമാണ്. ഈ മിടുക്കിയുടെ സംഗീതയാത്ര ആരെയും അതിശയിപ്പിക്കുന്നതാണ്. 5-ാം വയസ്സിൽ തന്നെ വയലിൻ പഠനം ആരംഭിച്ച ഗംഗ ഇതിനിടയിൽ നിരവധി വേദികളിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമായി 200-ലധികം വേദികളിൽ വയലിൻ കച്ചേരി അവതരിപ്പിച്ച് പ്രശംസ നേടിയിട്ടുണ്ട്. ഒരു സംഗീത പരിപാടിക്കിടെ സമയം കഴിഞ്ഞു എന്ന കാരണത്താൽ തുടങ്ങിയ ഗാനം പൂർത്തിയാക്കാതെ സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്ന സംഭവം ഗംഗയ്ക്കുണ്ടായിരുന്നു. അതിനുശേഷം കലാകേരളത്തിലെ സംഗീത പ്രേമികളുടെ സ്നേഹത്തിൻ്റെ കരുതലും വലിയ പിന്തുണയുമാണ് ഈ കലാകാരിക്ക് ലഭിച്ചത്. വയലിനിലെ മികവിന് 2024-26 കാലയളവിലെ ഡോക്ടർ MS സുബ്ബലക്ഷ്മി ഫെലോഷിപ്പിന് ഗംഗയ്ക്ക് നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഈ നേട്ടം സ്വന്തമാക്കിയ കേരളത്തിലെ ഏകയാളും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് ഗംഗ ശശിധരൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റിയുടെ കാർഷിക നവോത്ഥാന യാത്ര ബുധനാഴ്ച മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് മഞ്ചേശ്വരത്തെ രാഷ്ട്രകവി ഗോവിന്ദപ്പൈ സ്മാരകത്തിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുക. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന യാത്ര 2500 കിലോമീറ്റർ സഞ്ചരിച്ച് 14 ജില്ലകളിലൂടെയും 152 ബ്ലോക്കുകളിലൂടെയും ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലൂടെ കടന്നുപോകും. 28-ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. കർഷകരെ രാജ്യസേവകരായി പ്രഖ്യാപിക്കുക, കാർഷിക ലോണുകൾ പലിശരഹിതമാക്കുക, കാർഷിക ആവശ്യത്തിന് വൈദ്യുതിയും പ്രാഥമിക ചിലവും സൗജന്യമാക്കുക, 60 വയസ്സ് തികഞ്ഞ അർഹതപ്പെട്ട കർഷകർക്ക് പ്രതിമാസം 25,000 രൂപ പെൻഷൻ അനുവദിക്കുക, കൃഷിഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് യാത്രയിലെ പ്രധാന ആവശ്യങ്ങളെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2-ാം തീയതി നാളെ രാവിലെ ഗോവിന്ദപ്പൈ രാഷ്ട്രകവി ഗോവിന്ദപ്പൈയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച് രാവിലെ 9 മണിക്ക് കാർഷിക നവോത്ഥാന യാത്ര ആരംഭിക്കുകയാണ്. കാർഷിക നവോത്ഥാന യാത്ര കേരളത്തിലെ 14 ജില്ലകളിലും 152 ബ്ലോക്ക് ഏകദേശം 1500 കിലോമീറ്ററുകൾ താണ്ടി തിരുവനന്തപുരത്ത് 28-ാം തീയതി സമാപിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ അശോക് കുമാർ ഹൊള്ള, ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമായൻ കളത്തൂർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിനോദ് കുമാർ ബായാർ, ഭാരതീയ കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുണ്ടൂച്ചി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും അസംബ്ലി ഹാൾ ഉദ്ഘാടനവും നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് LP സ്കൂൾ കുണ്ടൂച്ചിയുടെ 67ാമത് സ്കൂൾ വാർഷികവും അസംബ്ലി ഹാൾ ഉദ്ഘാടനവും നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ധന്യ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്റ്റേഴ്സ് ജസമ്മ ജോസഫിനുള്ള ഉപഹാരവും കഴിഞ്ഞ അധ്യയന വർഷത്തെ LSS വിജയികൾക്കും മികച്ച വിദ്യാർത്ഥികൾക്കുമുള്ള ഉപഹാരവും കൈമാറി. സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാവിത്രി ബാലൻ, മെമ്പർ ചെമ്പക്കാട് ബാലൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് ഭാനുമതി നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംഗീതം ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവില്ല. എന്നാൽ പാട്ടിനെ ജീവനായി കരുതുന്ന കർഷകയാണ് ബേഡെടുക്ക പഞ്ചായത്തിലെ കുണ്ടംകുഴി മുള്ളങ്കോട് സ്വദേശിനി തുളിച്ചേരി ശാന്തകുമാരി. വയസ്സ് 63 ഇവരുടെ കണ്ടത്തിൽ നിന്നും വരുന്ന പാട്ടിന് പ്രായം ഇപ്പോഴും 18. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരവേ മന്ദം. ചെറുപ്പത്തിലെ തന്നെ സംഗീതത്തെ ഇഷ്ടപ്പെട്ട ശാന്തകുമാരി 6 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജീവിതത്തിലെ സന്തോഷമായി പാട്ടുകളെ നെഞ്ചോട് ചേർക്കുന്നു. 23 വർഷമായി കുടുംബശ്രീ കൂട്ടായ്മയിൽ സജീവമാണ്. വിവിധ വേദികളിൽ അവസരങ്ങളെത്തുമ്പോൾ കൃത്യമായി ഇവർ പാടാറുമുണ്ട്. നാടക ഗാനങ്ങളാണ് ഏറെ ഇഷ്ടമെങ്കിലും ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും പാടും. ഇമ്പമുള്ള ഗാനങ്ങൾ കേൾക്കുവാൻ എല്ലാ വേദിയിലും ആളുകൾ ഏറെയാണ്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും പാട്ടുകൾ പാടുമ്പോൾ പ്രായത്തെ വെല്ലുന്നു.
ചെറുപ്പത്തിലെ സംഗീതത്തെ സ്നേഹിക്കുന്ന ശാന്തകുമാരിയുടെ പാട്ടുകൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ വേദികളിൽ സജീവമാണ്. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ, കതിരണിപ്പാടത്ത് വെയിൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ, കതിരണിപ്പാടത്ത് വെയിൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. കുണ്ടംകുഴി മുള്ളങ്കോട്ടെ എ കൃഷ്ണൻ നായരുടെ ഭാര്യയാണ് ഈ ഗ്രാമീണ പാട്ടുകാരി. ഇവരുടെ 3 മക്കളും പാട്ടിൽ കമ്പമുള്ളവർ തന്നെ. നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നോരാലില തുണ്ടല്ലയോ ഞാൻ, ആലിലത്തുണ്ടല്ലയോ നിന്റെ കാൽപാദത്തിലോർമ്മയിൽ മാത്രമാണെൻ്റെ ജന്മസഞ്ചാരം. പാടാൻ തുനിയാറില്ലെങ്കിലും ഭർത്താവ് കൃഷ്ണൻ നായർ ഭാര്യയുടെ പാട്ടിനെ പിന്തുണയ്ക്കുന്നു. ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും സംഗീതം മനസ്സിന് ആശ്വാസം നൽകുന്നതായി ശാന്തകുമാരി പറഞ്ഞു. പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ പാട്ട് ഇഷ്ടമാണ്. സ്കൂളിൽ പോകുമ്പോഴേ ഞാൻ പാടും, അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഇടുന്നൊരു പാട്ട് കേട്ടാലും എൻ്റെ മനസ്സടത്തും. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞു, കല്യാണമെല്ലാം കഴിഞ്ഞ് അത് കുറച്ചവിടെ നിന്നു. പിന്നെ ഞാൻ കുടുംബശ്രീ ചേർന്നിട്ട് ഇപ്പോൾ 23 വർഷം കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇങ്ങനെ ചില പിന്നെ സാഹചര്യത്തിൽ അവസരം കിട്ടാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം പാടും. അങ്ങനെ ചെറിയൊരു സമ്മാനവും അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ADSൻ്റെ ഓണാഘോഷ പരിപാടി, പിന്നെ കേരളോത്സവത്തിന്, പിന്നെ വേറെ അങ്ങനെ വലിയ പരിപാടിക്കെല്ലാം പാടാറുണ്ട്. കാർഷിക രംഗത്ത് സജീവമായി തുടരുന്ന ശാന്തകുമാരി പെൻഷന് അപേക്ഷിച്ചിട്ട് 3 വർഷമായി. അധികൃതർ കനിയുമെന്ന പ്രതീക്ഷയിൽ ഇവരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ, ഏനു നെഞ്ചിൽ നിറയണ പൂങ്കിനാവേ, എത്ര നാള് കൊതിച്ചതല്ലേ ഞാനും നീ എന്നും പൂവാണ് തേനാണെന്ന് ഞാൻ. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ KMCCയുടെ ആഭിമുഖ്യത്തിൽ ഈദുൽ ഫിത്തർ ദിനത്തിൽ ദേര ബനിയാസ് പേൾ ക്രീക്ക് ഹോട്ടലിൽ ഹല ഈദ് സംഗമം സംഘടിപ്പിച്ചു. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് രാവിലെ 8 മണി മുതലായിരുന്നു പ്രൗഢ രീതിയിൽ ഒരുക്കിയ സംഗമം. പോയ കാലത്തിൻ്റെ പെരുന്നാൾ ഓർമ്മകളും പഴയ സ്നേഹബന്ധങ്ങൾ പുതുക്കുവാനും പ്രതീക്ഷകൾ പങ്കിടുവാനും ഇത് ഉത്തമ മുഹൂർത്തമാണ് സമ്മാനിച്ചത്. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. UAE കേന്ദ്ര കമ്മിറ്റി ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ, ദുബായ് KMCC പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ, ജനറൽ സെക്രട്ടറി യഹിയ തളങ്കര, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റോയ് റാഫേൽ, പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ മുനീർ അൽ വഫ, സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമൽ, PV നാസർ, KPA സലാം, അബ്ദുൽ സമദ്, അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര, R ഷുക്കൂർ, ഷെഫീഖ് തിരുവനന്തപുരം ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ബഷീർ പാറപ്പള്ളി ഖിറാത്ത് നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. എല്ലാ വർഷത്തെ ഈദ് ദിനത്തിലും ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പെരുന്നാൾ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ നാട്ടിലെ സമാധാനത്തിനും സുരക്ഷിത ജീവിതത്തിനും വെല്ലുവിളിയായ മയക്കുമരുന്ന്, ലഹരി തുടങ്ങിയ വിപത്തുകൾക്കെതിരായ പോരാട്ടത്തിന് ഒറ്റക്കെട്ടായി ശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുവെന്നതാണ് ഇത്തവണത്തെ ആഘോഷത്തെ കൂടുതൽ അർത്ഥവത്താക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KCYL മാലക്കൽ യൂണിറ്റ് ആതിഥ്യമരുളുന്ന കോട്ടയം അതിരൂപതാതല ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. മാലക്കൽ ലൂർദ് മാതാ ഗ്രൗണ്ടിൽ വെച്ചാണ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത്. KCYL മാലക്കൽ യൂണിറ്റ് ആതിഥേയത്വമരുളിയ കോട്ടയം അതിരൂപതാതല ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് മാലക്കല്ല് ലൂർദ് മാതാ ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നത്. KCYL മാലക്കൽ യൂണിറ്റ് ഡയറക്ടർ സാലു ആയലാറ്റിൽ KCYL പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലി. മാലക്കൽ യൂണിറ്റ് ചാപ്റ്റൻ റവറൻഡ് ഫാദർ ഡിനോ കുമ്മനിക്കാട്ട് കിക്ക് ഓഫ് നടത്തി മത്സരങ്ങൾ ആരംഭിച്ചു. മാലക്കൽ യൂണിറ്റ് അസിസ്റ്റന്റ് ചാപ്റ്റൻ ഫാദർ ടിനോ ചാമക്കാല, യൂണിറ്റ് പ്രസിഡന്റ് ആൽസിൻ ജോർജ്,
അടിയാപ്പള്ളിയും കളിക്കാരെ പരിചയപ്പെട്ടു. ആദ്യ മത്സരത്തിൽ KCYL കള്ളാർ യൂണിറ്റും KCYL പൂക്കയം യൂണിറ്റും ഏറ്റുമുട്ടി. വിവിധ മേഖലകളിൽ നിന്നുമായി കോട്ടയം അതിരൂപതയിലെ 34 ടീമുകൾ മാറ്റുരച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. KPST ഹൊസ്ദുർഗ് ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന ഗുരുശ്രേഷ്ഠന്മാർക്കുള്ള യാത്രയയപ്പ് നടന്നു. GK ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KPSTA ഹൊസ്ദുർഗ് ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്ന യോഗം KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. DCCA വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഉപജില്ലാ പ്രസിഡന്റ് രതീശൻ അധ്യക്ഷനായിരുന്നു. വിരമിക്കുന്ന KPSTA മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിൽകുമാർ K, ഹൊസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മിനി ജോസഫ്, ഹൊസ്ദുർഗ് തെരുവത്ത് ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ മുരളീധരൻ C, ദുർഗ HSS പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേലത്ത്, GHSS കൊട്ടോടി പ്രധാനാധ്യാപിക ബിജി ജോസഫ്, GHSS കക്കാട് അധ്യാപകൻ നാരായണൻ എമ്പ്രാന്തിരി, UBMC ALP സ്കൂൾ അധ്യാപിക ജെസി കുര്യൻ എന്നിവർക്ക് ഉപഹാരം നൽകി. സംസ്ഥാന നിർവാഹക സമിതി അംഗം അലോഷ്യസ് ജോർജ്, ജില്ലാ പ്രസിഡന്റ് ബെന്നി PT, ജില്ലാ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, സംസ്ഥാന ഉപസമിതി കൺവീനർമാരായ ബിജു PK, രാജേഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശശീന്ദ്രൻ K, സുമേഷ് M, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ നികേഷ് മാടായി, അജിത CK, വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ അനൂപ് കുമാർ, ഉപജില്ലാ സെക്രട്ടറി സിഞ്ചു MV, ട്രഷറർ കൃഷ്ണൻ TS എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നു. കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി മേലേരിക്ക് അഗ്നിപകരലും തുടർന്ന് തെയ്യം കൂടലും നടന്നു. തുടർന്ന് കുളിച്ചുതോറ്റവും പനിയൻ തെയ്യവും വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശവും നടന്നു. നിരവധി ആളുകളാണ് കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഒറ്റക്കോല മഹോത്സവം ദർശിക്കാനായി ക്ഷേത്രസന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഞ്ചാവ് കേസിലെ പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ ബാസിതാണ് ആക്രമണം നടത്തിയത്. ഇയാളെ അറസ്റ്റ് ചെയ്തു. കനത്ത ചൂട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളവെടുക്കുന്ന കവ്വായിക്കായലിന്റെ വിവിധ മേഖലകളിൽ കൃഷിനാശം. കാസർഗോഡ് GHSSലെ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിലേക്കുള്ള വാഹനങ്ങളുടെ വരവും പോക്കും കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടി വേണമെന്ന ആവശ്യം ശക്തം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം വ്യാഴാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃക്കരിപ്പൂർ കൊയ്യോങ്കര കൂവാരത്ത് തറവാട് കളിയാട്ട മഹോത്സവം. അന്നദാനത്തിനു വേണ്ടി ക്ഷേത്രം വനിതാ കമ്മിറ്റി ഇറക്കിയ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. കാസർഗോഡിനെ ഭക്തിസാന്ദ്രമാക്കി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവാ ഉത്സവം. 6ാം ദിവസവും ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.